Good afternoon. Good morning, ma'am. Good afternoon. Good afternoon, Miss. Okay. Good afternoon, teacher. Good afternoon, Miss. നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ ഇന്ന് എന്താണ് വിഷയം പറഞ്ഞിരിക്കണേ? പബ്ലിക് റിലേഷൻ അല്ലേ? അതെ അതെ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അഡ്മിനിസ്ട്രേഷന്റെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പബ്ലിക് റിലേഷൻ ആണ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പബ്ലിക് ആയിട്ടുള്ള ഹോസ്പിറ്റലിന്റെ റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. നാളെ നിങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന പേഷ്യൻസ് അവിടുത്തെ പബ്ലിക് ആയിട്ട് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ചാപ്റ്റർ എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയോ? ഏറെക്കുറെ. ഓക്കെ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Third module. Okay. നമുക്ക് നോക്കാം. ഓക്കെ. മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷൻ ഇൻ കമ്മ്യൂണിറ്റി ആണ് ഡൗട്ട് ചോദിച്ചിരിക്കുന്നത്. രശ്മിയ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഓപ്പറേറ്റ് നമുക്ക് നമ്മുടെ പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന് ഓപ്പറേറ്റീവ് പ്രവർത്തന രീതികൾ ഓപ്പറേറ്റീവ് മെത്തേഡ്, പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. നമ്മുടെ ഇൻഫർമേഷൻസ് പേഷ്യൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. ആശയവിനിമയം. ഓക്കെ, ഈ ഒരു സെഷൻ ആണ്. ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ നല്ല പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു നല്ലൊരു പേര് ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമ്മള് നല്ലൊരു എന്താ പറയുക, നല്ല ബെറ്റർ റിലേഷൻ നമ്മൾ അവരായിട്ട് നല്ല രീതിയിൽ ഇടപെടുമ്പോൾ, അതേപോലെ തന്നെ അവർക്ക് വേണ്ട സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ പേഷ്യൻസിന്റെ ഇടയിൽ തന്നെ പബ്ലിക്കിന്റെ ഇടയിൽ തന്നെ നമുക്കൊരു ബെറ്റർ ഇമേജ് ഫോം ചെയ്യണം. നല്ല ഗുഡ് വില്ലുള്ള ഒരു ഹോസ്പിറ്റലാണ്. നമുക്ക് എപ്പോ വേണമെങ്കിലും ചെന്നാലും അവിടെ ഡോക്ടേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്, അവിടുത്തെ സ്റ്റാഫ് ഒക്കെ നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത് എന്നുള്ള രീതിയാണ് ഇവിടെ വരുന്നത് ഓപ്പറേറ്റീവ് മെത്തേഡ്. രോഗികളുമായി സമ്പർക്കം പുലർത്തുമ്പോഴും സ്ക്രീനിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും അതിന്റെ ഭാരം എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. ബേർഡൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യുമ്പോൾ ഇത് ഹോസ്പിറ്റൽ അല്ലേ, പക്ഷെ നമ്മൾ ആ റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹോസ്പിറ്റലിൽ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഒരു ഓപ്പറേഷൻ മെത്തേഡ് ആവുമ്പോൾ 3 ഫണ്ടമെന്റൽ കമ്പോണൻസ് അതിൽ വേണം. ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ. നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫും നല്ലൊരു സ്മൈലോട് കൂടി ആയിരിക്കണം നമ്മൾ ആ പേഷ്യൻസിനെ സ്വീകരിക്കുന്നത്. ഒരു പൊളൈറ്റ് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. അതേ റോഡൊന്നും പാടില്ല. പൊളൈറ്റ് ആയിട്ട് നല്ല അവരെന്താണ് പ്രശ്നം എന്ന് കേൾക്കാനും അവർക്കുള്ള വെറീസ്, ഡൗട്ടുകള്, ടെൻഷൻസ് അതെല്ലാം നമ്മളോട് ഷെയർ ചെയ്യും. സോ അതെല്ലാം കേട്ട് അവരോട് റെസ്പോണ്ട് ചെയ്യാനും പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സ്റ്റാഫുകൾ പബ്ലിക് റിലേഷൻ വർക്ക് ചെയ്യുന്നവര് പെരുമാറാൻ. ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്. നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ പേഷ്യൻസിന്റെ ആവശ്യം എന്താണ്? ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ് ഉണ്ടാകും. അത്രയും വയ്യാതെ വരുന്ന ആ പേഷ്യൻസ് ആണ്. അപ്പൊ അവർക്ക് ക്വിക്കും എഫിഷ്യന്റും ആയിട്ടുള്ള വേഗമേറിയ കാര്യക്ഷമമായിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. ക്ലിയർ എൻവയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് വർക്കേഴ്സ്. നല്ലൊരു ക്ലിയർ എൻവയോൺമെന്റ് ഫീൽ ചെയ്യണം. നമ്മള് ഹോസ്പിറ്റലിൽ കാണാൻ വന്നേന്നുള്ളൊരു ഫീൽ തോന്നാൻ പാടില്ല. പണ്ട് നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് ഹോസ്പിറ്റലിന്റെ അടുത്തേക്ക് കൂടെ പോകുമ്പോഴൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ് മിക്ക ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകുമ്പോൾ. നല്ലൊരു അപ്പിയറൻസ് ആണ്. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു അപ്പിയറൻസ് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയാ, മനസ്സിൽ തന്നെ ഒരു നല്ലൊരു ഫീലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, തോന്നുന്നത്. അപ്പം
പോപ്പുലേഷൻ മെത്തേഡ് നമുക്ക് കമ്മ്യൂണിറ്റി ലെവലിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ വേണം. അതെന്തൊക്കെയാണ്? നല്ല ഗുഡ് പബ്ലിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ കൊടുക്കുക. അതുവഴി നല്ല പബ്ലിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും നിരന്തരം എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പബ്ലിക് ആയിട്ട് എപ്പോഴും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തണം. പിന്നെ പറയുന്ന ഫങ്ഷണൽ ലേ ഔട്ട്, നമുക്ക് ചാപ്റ്ററിന്റെ പേര് പബ്ലിക് റിലേഷൻ എന്നാണ്. നമ്മൾ റിവിഷൻ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ ആണ് പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽ, ചാപ്റ്റർ 4. ഓക്കെ, അപ്പോ ഫങ്ഷണൽ ലേ ഔട്ട്, വെയിറ്റിംഗ് റൂം, അതേപോലെ ബെഞ്ചും, അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിസിറ്റേഴ്സിന് വന്നിരിക്കാൻ വേണ്ടിയിട്ട് ബെഞ്ചസും ചെയേഴ്സും, പിന്നെ വാട്ടർ, റിഫ്രഷ്മെന്റ് ഫെസിലിറ്റീസ് ഒക്കെ. ഞാൻ ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. ഞാൻ മോളെങ്കോട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു ചെറിയൊരു രീതിയിൽ പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2-3 സ്ലൈഡ് ഒക്കെ ഉള്ള രീതിയിൽ പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു റിഫ്രഷ്മെന്റ് ഫെസിലിറ്റി ആണ്. അപ്പൊ പാരന്റ്സിന് കുട്ടികളെ കൊണ്ടൊക്കെ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ കുറച്ചു നേരം അവിടെ പോയിട്ട് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. മേക്കിംഗ് അതേഴ്സ് ഹാപ്പി, വൺ മസ്റ്റ് ബി ഹാപ്പി ഹിംസെൽഫ്. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഓരോ സ്റ്റാഫും ഹാപ്പി ആയിട്ട് വേണം തിരിച്ചു പോകാൻ, അല്ലെങ്കിൽ അസുഖം മാറി വേണം തിരിച്ചു പോകാൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ലൊരു ബെറ്റർ ഇമേജ് ആയിരിക്കും പബ്ലിക്കിന്റെ ഇടയിൽ ഉണ്ടാവുന്നത്. ദെൻ നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ആണ്. ഈ മെത്തേഡിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽസ് എന്ത് മെസ്സേജ് ആണോ പബ്ലിക്കിന് ഇൻഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ മെസ്സേജ് കറക്റ്റ് ആയിട്ട് അവരിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഡെലിവർ ചെയ്യണം. പിന്നെ ഓറൽ കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ ഓറൽ കംപ്ലൈന്റ്സ് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ കംപ്ലൈന്റ് വേണം എന്ന് നിർബന്ധം നമ്മൾ പിടിക്കാൻ പാടില്ല. നമ്മൾ അങ്ങനെ ഇത് പറയാൻ പാടില്ല, അവരോട് റിട്ടേൺ കംപ്ലൈന്റ് മാത്രം നമ്മൾ സ്വീകരിക്കുള്ളൂ, അങ്ങനെയൊന്നും പറയാനില്ല. പിന്നെ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതിന് നമ്മൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കാം. പിന്നെ സജഷൻ ബോക്സ് സൂട്ടബിൾ പ്ലേസിൽ കൊടുക്കാം. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഹോസ്പിറ്റലിലെ ഫീച്ചേഴ്സ് ഒക്കെ വിഷ്വലി പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ടിവിയോ അല്ലെങ്കിൽ പ്രൊജക്ടറുള്ള TV വഴി അങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, ഫിലിം ഷോ, എക്സിബിഷൻ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബ്രൗഷേഴ്സ് ഒക്കെ പ്രദർശിപ്പിക്കാം. സ്കൂൾ സ്റ്റുഡൻസിനെയും അതേപോലെ ടീച്ചേഴ്സിനെയും ഹൗസ് വൈഫിനെയൊക്കെ ഹോസ്പിറ്റൽ ടൂറുകൾ കണ്ടെത്തിയ. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. കാരണം ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഈ എന്താ പറയുക, പാലിയേറ്റീവ് കെയർ സെന്ററോ അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ കുട്ടികളുടെ മനസ്സിൽ ഒരു സ്വബോധം അല്ലെങ്കിൽ നല്ലൊരു ബോധം ഒതുക്കി. കാരണം ഇന്നത്തെ തലമുറയില് ഈ ലഹരി ഒരുപാട് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലഹരിയുടെ അടിമകളായിട്ടുള്ള ഒരുപാട് കുഞ്ഞു മക്കൾ, ചെറിയ പിള്ളേർ മുതലുണ്ട്. അപ്പൊ അവർ ഇതേപോലത്തെ ഹോസ്പിറ്റലിൽ ഇങ്ങനൊരു വിഭാഗം, അല്ലെങ്കിൽ എന്താ പറയുക, ചെറിയ പ്രായത്തിൽ തന്നെ ക്യാൻസർ പോലത്തെ മാരകമായ അസുഖങ്ങൾ പിടിപെട്ടിട്ടുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് അവരുടെ ഇനി വരാൻ പോകുന്ന അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം മദ്യപാനവും അതേപോലെ തന്നെ ഈ പറഞ്ഞ മയക്കുമരുന്നൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന കുട്ടികളെ നമുക്ക് പറഞ്ഞു തിരുത്താൻ പറ്റിയില്ലെങ്കിൽ അവരെ കാണിച്ചു കൊടുക്കാം. റിയൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് കാണിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവര് അതിൽ നിന്ന് പിന്മാറാം. ഓക്കെ, പിന്നെ നമ്മളുടെ ആനുവൽ ഹോസ്പിറ്റൽ ഡേ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് പബ്ലിക്കിനും കൂടി ഒരു അവസരം കിട്ടണം. അപ്പൊ പബ്ലിക്കായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മാസ് മീഡിയാസ്, നമ്മുടെ TV അങ്ങനത്തെ മീഡിയാസ് യൂസ് ചെയ്ത് പബ്ലിക് റിലേഷൻ കൂട്ടാനായിട്ട്, ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ അതാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആ സർവീസിനെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു ധാരണ പബ്ലിക്കിന്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അത് പറഞ്ഞിട്ടാണ് ആ പോയിന്റ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഓരോ പോയിന്റ്സ് 1 by 1 അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത് കേട്ടോ. നോക്കിയാ രശ്മിക്ക് മനസ്സിലായടാ? പോയിന്റ്സ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? സെയിം തന്നെയാണ്, കുറച്ചിങ്ങനെ കുറച്ചും കൂടി വലുതാക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതില്. ഓക്കെ, വേറെ ഏതെങ്കിലും സെഷൻ ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? ടോമേ, വല്ല ഡൗട്ട് ഉണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഇല്ല. അല്ല, മ്യൂട്ട് ഓൺ ആണ്. ഞാൻ വിചാരിച്ചു എന്തോ പറയാൻ വന്നേന്നാ. അല്ല. ഓക്കെ, അപ്പൊ നമുക്ക്
ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റിവിഷനാണ്, ആൻസർ പറയാം. ഓക്കെ, who was the father of public relation? Who was the father of public എഡ്വേർഡ് ബെൻസൺ. എഡ്വേർഡ് ബെൻസൺ. Edward ബെർണേ. Which of the following are the needs of public? Which are the needs of public relation? Which are the needs of public relation? Enlarge visibility. Assistance in recruitment, improve employee morale, enhance hospital image, ignoring public opinion. പോരാല മോനെ, കുറച്ചുകൂടെയാണ്. 7 ഉണ്ട്. 7 പോയിന്റ് പഠിക്കണം കേട്ടോ. Act as a foundation. Unreal news about hospital happens. Improve employee morale. നമ്മൾ ആ പോയിന്റ് 7 പഠിച്ചു. കാരണം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ 7 പോയിന്റ് ഓപ്ഷൻ, 7 പോയിന്റിൽ ഏത് പോയിന്റ് വേണമെങ്കിലും ഓപ്ഷൻ ആയിട്ട് വരാം. ചിലപ്പോ ഓഡ് വൺ മൊത്തം പഠിക്കണോ ടീച്ചറെ? ആ 7 പോയിന്റും ഒന്ന് വായിച്ചു നോക്കിക്കോ, മനസ്സിലാവുന്നതല്ലേ? കാണാപ്പാടൊന്നും പഠിക്കണ്ട, വായിച്ച് പോയാൽ മതി. ഓക്കെ, which are the methods of maintaining public relation in the community? Operative method, Communicative method. Okay, operative method and communicative method. Okay. Which are the fundamental components of community operation? Which are Joyful and polite behavior, quick and efficient treatment, clear environment, appearance of the workers. okay. Okay. productive behavior. ഞാൻ പറയൊരു ക്വസ്റ്റ്യൻ, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് അതില് പെടാത്തത് പറയണം. Which of the following not include in communicative method? 6 reply to question. Assistant in recruitment and selection of employee. Using mass media would be helpful to improve public relations. Provision for suggestion box at a suitable place. ഇതിലെ പെടാത്തത് പറയണം. Not including employee. റിപ്പീറ്റ് ചെയ്യോ? assistance in recruitment, അല്ലേ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? Okay, once more പറയണം. Which of the following not including in communicative method? Communicative method പെടാത്തത് ഏതാണ്? Reply to the question. Assistance in recruitment of employee using mass media would be helpful to improve public relations. Provision for suggestion box. Assistance in recruitment of employees ആണ്. ഇനി the queries of relatives and visitors can be satisfied by dash. A doctor or senior nurse. Signage and the name codes are indicators of dash method. Signage. Communicative method. Who can conduct hospital tour or visit? ആർക്കൊക്കെ ആണ് ഹോസ്പിറ്റൽ ടൂർ അല്ലെങ്കിൽ വിസിറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നത്? Students, school teachers, students, women's organization, religious leaders conduct hospital tours. ഓക്കെ, അപ്പൊ സെന്റൻസ് തന്നെ വായിച്ചു. അപ്പൊ ഇത്രയും ആൾക്കാർക്ക്, സ്കൂൾ ടീച്ചേഴ്സിന്, സ്റ്റുഡൻസിന്, ഹൗസ് വൈഫിന്, മെമ്പേഴ്സ് ഓഫ് വുമൺ ഓർഗനൈസേഷൻ, റിലീജിയസ് ലീഡേഴ്സിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റൽ ടൂർ കണ്ടക്ട് ചെയ്യാൻ പറ്റും. What can be done to increase public relation? എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പബ്ലിക് റിലേഷൻ കൂട്ടാൻ ചെയ്യാൻ പറ്റുന്നത്? Exhibitions, health fairs, special clinic. Okay. ഇംപ്രൂവ് എംപ്ലോയി, അതല്ലേ നേരത്തെ പറഞ്ഞു? Medical insurance program. Okay.
Provision to listen to oral complaint instead of complying on dash one. Written. Written. Okay. Which of the following not the നോക്കട്ടെ. Which of the following not including the qualities of public relation officer? ഞാൻ പറയാം. Ample common sense, good judgment and objectivity, maintenance of suitable environment, image building ability. ഇമേജ് ബിൽഡിങ് അല്ലല്ലോ, ക്ഷമിച്ച് ആദ്യം പറഞ്ഞത് Ample common sense അല്ല. ഇല്ലയോ? Maintenance of suitable environment. Not including അല്ലേ? Not including ആണ്. ആ അതാ പറഞ്ഞ എൻവയോൺമെന്റ് ഒക്കെ വരും ഇല്ലേ മാഡം? Okay, maintenance of അത് നമുക്ക് വായിക്കുമ്പം കിട്ടത്തില്ല. ശ്രദ്ധിച്ച് കേട്ടോ. Which are the role of public relation officer? Which are the roles of public relation officer? Public relation ഒരുപാടുണ്ടല്ലോ അത്. റോളുകൾ ഏതൊക്കെയാണ്? ക്രിയേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരിക, മീഡിയ വിഷ്വലൈസേഷൻ ഒക്കെ നടത്തുക, അല്ലയോ? അതൊക്കെ ഇല്ലേ? റോളുകൾ വേറെ പറയുന്നുണ്ട്. Communicator, problem solver, opinion Communicator, advice, problem solver, ഐഡിയാസ് ഒക്കെ കൊണ്ടുവരും. opinion master. Opinion master. Last പേര് പറഞ്ഞോട്ടാ. Which are the functions of public relation officer എന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയും? ആ 7 ഫങ്ഷൻസ് വരും കേട്ടോ. നന്നായിട്ട് നോക്കണേ. ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ കേട്ടോ. അതിന്റെ പോയിന്റ്സ് നമ്മൾ ഓർത്തിരുന്ന ഓൾ ഓഫ് ഓൾ ഓഫ് ദ അല്ലടാ. ഇപ്പൊ വിച്ച് ആർ ദ ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസറിന അതേ ക്വസ്റ്റ്യൻ നമുക്ക് which of the following not included in the function of the public relation officer വരാം. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞും എല്ലാം വരുമല്ലോ. അങ്ങനെ ചോദിക്കാലോ. നമ്മളത് പഠിച്ചു വെക്കാണെങ്കിൽ കുഴപ്പമുണ്ടാവുക. പ്ലാനിംഗ് പബ്ലിസിറ്റി കമ്പയിൻസ് LMA നമ്മൾ പല സ്ഥലത്തും പഠിച്ചിട്ടുണ്ട്. ലീവിങ് അഗൈൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. Leaving against medical advice. Okay. Interview of the patient by the press or taking their photographs should only be permitted by dash. ആരാ permitted? പേഷ്യന്റ്, റിലേറ്റീവ്സ്, കൺസെന്റ്, ഹോസ്പിറ്റൽ ഒരെണ്ണോട് ഇല്ലയോ? ഹോസ്പിറ്റൽ ഇൻട്രസ്റ്റ് പറഞ്ഞില്ലയോ? പറഞ്ഞു അമ്പിളി പറഞ്ഞു. ഫുള്ള് പറഞ്ഞു. ആ ക്വാളിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ക്വാളിറ്റീസ്. ഓക്കെ. വാർഡ് ബോയ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ മാഡം? എന്താണ് ഈ വാർഡ് ബോയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ? എവിടെയാണ്? ഫോളോയിങ് ഓഫ് ഇന്റേണൽ റിലേഷൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇന്റേണൽ റിലേഷൻ? ക്വസ്റ്റ്യൻ ആണോ? അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുവായിരുന്നു. എന്തിനാണ്? പബ്ലിക് റിലേഷനിലാണോ? പബ്ലിക് റിലേഷനകത്ത് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇന്റേണൽ റിലേഷൻ? അതിനകത്ത് ആൻസർ വാർഡ് ബോയ് എന്നാണ്. ഓപ്ഷൻസ് പേഷ്യന്റ്, വിസിറ്റേഴ്സ്, ജനറൽ പബ്ലിക്, ഡി വാർഡ് ബോയ്. എനിക്ക് വ്യക്തമായില്ലടാ ക്വസ്റ്റ്യൻ ഫോമേ. ഒന്ന് മെസ്സേജ് അയക്കോ. ഒരു മിനിറ്റ് ഞാൻ ഗൈഡ് ഒന്ന് നോക്കട്ടെ കേട്ടോ. 1 മിനിറ്റ് കേട്ടോ. അമ്പിളി ചേച്ചി ഉണ്ടായിരുന്നത് ഇല്ലടോ, ശ്രദ്ധിച്ചില്ല, ഞാൻ ഗൈഡ് എടുത്തില്ല. 4ാമത്തെ ക്വസ്റ്റ്യൻ ചേച്ചി. ഗൈഡാണോ? ഗൈഡിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ.
കണ്ടോ ചേച്ചി? Which of the following is an internal relation? ആ Gender, general, public. എന്ത് സംഭവം എനിക്കൊന്നും മനസ്സിലായില്ല ഇത്. ആരെങ്കിലും മനസ്സിലാക്കിയ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ആരെങ്കിലും കണ്ടുപിടിച്ചെങ്ങനെ പറഞ്ഞു തരുമോ? ആ അത് തന്നെ ആ സാധനം. ഓക്കെ ടോമേ, ആ അതില് ഇന്റേണൽ റിലേഷൻഷിപ്പ് ആരുമായിട്ടാണ് എന്നുള്ളതാണ്. തെറ്റിപ്പോയാ? ക്വസ്റ്റ്യനില് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഞാൻ നോക്കിയിട്ട് പറയാണ്ട് ടോമേ. ജസ്റ്റ് ഡേ ഓക്കെ ഓക്കെ. അങ്ങനെ തന്നെ ഡബിൾ ചെയ്യുന്നത് ചോദിച്ചോ, ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ട് പറയാവേ. Miss, വേറെ ക്വസ്റ്റ്യൻ അത് വരാം. Miss, ഈ പേഷ്യന്റും വിസിറ്റേഴ്സും ജനറൽ പബ്ലിക് റിലേഷൻഷിപ്പ് ആയിരിക്കുമല്ലോ നമ്മളോട്. മനസ്സിലായില്ല. മ്യൂട്ടാവോടാ? ആ അമ്മി പറഞ്ഞോ. ഈ പേഷ്യന്റും വിസിറ്റേഴ്സും ജനറൽ പബ്ലിക്കും ഒക്കെ ജനറൽ ആയിട്ടുള്ള റിലേഷൻസ് ആയിരിക്കുമല്ലോ നമ്മളോട്. ഇത് ഇന്റേണൽ റിലേഷൻ ഉദ്ദേശിക്കുന്ന അവര് ഹോസ്പിറ്റലിന്റെ അകത്തുനിന്നുള്ള ഒരു റിലേഷൻ ആയിരിക്കണം പറയേണ്ടത്. വാർഡ് ബോയ് അവിടെ നമ്മളെ നോക്കുന്ന വാർഡ് ബോയിനെയാണ് ഉദ്ദേശിച്ചത്. ഇന്റേണൽ റിലേഷൻ വരുന്ന അവിടെ അതായിരിക്കും. പക്ഷെ ചാപ്റ്ററിൽ അങ്ങനെ വരുന്നത് അങ്ങനെ കണ്ടോ നിങ്ങൾ? ഇന്റേണൽ റിലേഷൻ നമുക്കില്ലായിരുന്നോ? എനിക്ക് തോന്നുന്നു ചാപ്റ്റർ വേറെ ഏത് ചാപ്റ്ററിൽ കയറി വന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും അത്. അയ്യോ, അരുണിമ മ്യൂട്ട് ചെയ്യട്ടോ. ഓക്കെ, അത് നോക്കിയിട്ട് പറയാം കേട്ടോ. എന്താ ഞാൻ ചോദിച്ചിട്ട് പറയാം. അത് എന്താ ഞാൻ പറയാത്തെന്ന് വെച്ചാൽ ക്ലാരിഫിക്കേഷൻ വരാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, എനിക്ക് വേറെ നമ്മളുടെ ചാപ്റ്റർ വായിച്ചു നോക്കിയതിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വായിച്ചു നോക്കിയതിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ? നന്നായിട്ട് പഠിക്കാം, വേറെ ഒന്നുമില്ലാന്ന് തോന്നുന്നുണ്ട്. നന്നായിട്ട് പഠിക്കാം ചാപ്റ്റർ. മാഡം ഈ ക്വസ്റ്റ്യൻ ഒക്കെ വരുമോ മാഡം? ഹോസ്പിറ്റൽ ടൂർസ് ക്യാൻ ബി കണ്ടക്ടഡ് ബൈ സ്കൂൾ. അതങ്ങനെ ചോദിക്കും. അങ്ങനെയല്ല, ആ ഒരു ഏരിയ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പറഞ്ഞെന്നുള്ളൂ. ആണോ? അതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കണം. അതൊക്കെ എങ്ങനെയാ? അങ്ങനെ വരില്ല. അത് ഗൈഡിലുണ്ടോ? ആ ഗൈഡിൽ കിടക്കുന്നു. അങ്ങനെ ക്വസ്റ്റ്യൻ ഗൈഡിലുണ്ടോ? ഹോസ്പിറ്റൽ ടൂർസ് ക്യാൻ ബി കണ്ടക്ടഡ് ബൈ 13ാമത്തെ ക്വസ്റ്റ്യൻ. അതെ. സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡന്റ്, മെമ്പേഴ്സ് ഓഫ് വേരിയസ് ഓർഗനൈസേഷൻ, റിലീജിയസ്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിലുള്ളതാ ആ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ നമ്മൾ അതെനിക്ക് മനസ്സിലായി. പക്ഷെ അങ്ങനെ പ്രാക്ടിക്കലി ചിന്തിക്കുന്നു. കൂടി അങ്ങനെ ക്വസ്റ്റ്യൻ സ്ട്രക്ചർ മാറും ചിലപ്പോ. ആൻസർ വരുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിക്കുക. ഓക്കെ, മ്യൂട്ട് ആവോടാ. ഓക്കെ, വേറെ എന്തെങ്കിലും? മിസ്, ഈ ബോക്സിനകത്തൊക്കെ ഉള്ളതുണ്ടല്ലോ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണോ? അതേടാ, അത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിന്റെ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ് ഓരോ ബോക്സിലും വരുന്നത്. നമ്മൾ ആദ്യം തന്നെ ഈ പോയിന്റ്സ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് ആ ബോക്സിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരും. അതേ പോയിന്റ്സ് തന്നെ നമ്മൾ ഒന്നും കൂടി അത് ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യില്ലേ, അതാണ് ആ ബോക്സിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് കഴിഞ്ഞിട്ട് വരുന്നത് പോയിന്റ്സ്. ആ ഇൻഡിക്കേറ്റേഴ്സിനുള്ളിലുള്ള ഓരോ പോയിന്റ്സ് ഇല്ലേ, അത് തന്നെയാണ് അവരത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ.
അപ്പൊ കുറച്ച് കാലത്ത് വായിച്ചിട്ട് ഈ ബോക്സിന്റെ ഉള്ളിലേക്ക് വരുമ്പോ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കണ്ട LMA എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പറയണമെങ്കിൽ ഇവിടെ നിന്നാണ് ലിവിങ് അഗെയിൻ മെഡിക്കൽ അഡ്വൈസ്. പിന്നെ AMA അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അങ്ങനെ ആ ഉള്ളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിട്ടുള്ളത്. നിങ്ങളത് നോക്കിയിട്ട് പഠിക്കട്ടോ. ഓക്കെ, ടീച്ചർ ഈ PR അതുമായിട്ട് വെച്ചിട്ട് നമ്മള് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാൻ പറ്റും ടീച്ചർ? എന്താണ് ഈ PRO ആയിട്ട് ബന്ധപ്പെട്ട ടീച്ചറോ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉണ്ടോ? ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉണ്ടോ? അത് എനിക്ക് അറിഞ്ഞൂടാ തോമേ. ഒരു ചാപ്റ്ററിൽ അത് എത്ര ക്വസ്റ്റ്യൻ വരാന്നുള്ളത് അല്ല 3-5-6 ക്വസ്റ്റ്യൻസ് PRO ആയിട്ട് തന്നെ ബന്ധപ്പെട്ട് കിടക്കും. മൊഡ്യൂൾ എക്സാമിനാണെങ്കിൽ ചിലപ്പോ കുറവായിരിക്കും. മെയിൻ എക്സാമിന്റെയും അതേപോലെ തന്നെ മോഡൽ എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിൽ എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ. മൊഡ്യൂൾ എക്സാം നമ്മൾ അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. നമ്മൾ ഈ മോക്ക് ടെസ്റ്റിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. മൊഡ്യൂൾ എക്സാമിന് ഈ വരാൻ പോണ മൊഡ്യൂൾ 3-ഉം 4-ഉം നമ്മുടെ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ മാം. ഇത് നമുക്ക് നമ്മൾ എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്ററിലേക്ക് പോവാലോ. യെസ്. എവിടെ വരെ പറഞ്ഞത് ജോബി? എക്സാം വളരെ മാറ്റം ഉണ്ടാവോ? മോഡ്യൂൾ എക്സാമിനേക്കാളും മാറ്റം ഉണ്ടാവോ? മോഡൽ എക്സാമും മെയിൻ എക്സാമും ഒക്കെ വ്യത്യാസം ഉണ്ടാവും ഇവിടെ. മൊഡ്യൂൾ എക്സാം നമ്മൾ പറഞ്ഞല്ലേ, മോഡലും മെയിനും കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ക്വസ്റ്റ്യന്റെ നമ്പേഴ്സിലും വ്യത്യാസം ഉണ്ടാവും. പിന്നെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. മോഡൽ ഇവിടുന്ന് ഇടുന്നല്ലേ ടീച്ചറെ? ടീച്ചർ ഇടുന്നല്ലേ? മോഡൽ ടീച്ചർ ഇടുന്നല്ലേ? അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്. അത് അവരവിടെ നിന്ന് ഇടുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തയ്യാറാക്കണം. നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും, പക്ഷെ അത് സെലക്ട് ചെയ്യണത് അവരായിരിക്കും. എത്ര ചാപ്റ്ററിന് എത്ര എന്നുള്ളത്. ഓക്കെ, മൊഡ്യൂള് നമ്മളുടെ മോക്ക് ടെസ്റ്റ് നന്നായിട്ട് പഠിക്കാം കേട്ടോ. എന്റെ മോക്ക് ടെസ്റ്റ് അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, നമ്മൾ എടുത്തിരിക്കുന്ന ചാപ്റ്ററിൽ എവിടെ വരെ എടുത്തു നിർത്തിക്കുന്നത്? വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ടറി കളക്റ്റഡ്? അവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. എന്താണ് സെപ്പറേറ്റ് കളക്ഷൻ എടുത്തോ? ഇല്ല, ഇന്ന് സ്റ്റാർട്ട് ചെയ്ത അതാണ് ചോദിച്ചത്. അവിടെ വരെ എടുത്തതെന്ന് ചോദിച്ചതാണ്. ഓക്കെ, ഇനി സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ എന്നുവെച്ചാല് നമ്മളിപ്പോ പറഞ്ഞു ഇൻഫെക്റ്റഡ് ലിനൻ നമുക്ക് അറിയാലോ, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ യൂസ്ഡ് അല്ലെങ്കിൽ സോളിഡ് ലിനൻ ആയിട്ടുള്ള ലിനൻ ഫ്രം എന്താ പറയാ ആ പേഷ്യന്റിന്. ഓക്കെ, ഇത് മൊഡ്യൂൾ 4 ആണ്. സോറി 1 മിനിറ്റ് കേട്ടോ. ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറയുന്ന ഏത് ചാപ്റ്റർ ആണ്? സെക്കൻഡ് ചാപ്റ്റർ മൊഡ്യൂള് 4. എന്റെ ചാപ്റ്റർ 20 കിടക്കുന്നത്, അതുകൊണ്ടാണ് ഡൗട്ട് തോന്നിയത്. ഓക്കെ, അപ്പൊ നമ്മള് സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ. എന്താണ് ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇല്ലേ? നമ്മള് ആ ഒരു പേഷ്യന്റിന് എന്താണ് ആ ഒരു പേഷ്യന്റില് എന്തുണ്ടെന്ന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ അസുഖം ഉണ്ടെന്ന് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റ് ആ അസുഖം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ആ ലിനനെയാണ് ആ ഒരു പേഷ്യന്റ് യൂസ് ചെയ്ത ലിനനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത്. ഇപ്പൊ കൊറോണ പേഷ്യന്റ് യൂസ് ചെയ്ത ലിനൻ ആണെങ്കിൽ ആ സമയത്ത് അത് ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ കോവിഡ് സംശയിക്കുന്ന വ്യക്തി യൂസ് ചെയ്യുന്ന ലിനൻ ആണെങ്കിൽ അതും ഇൻഫെക്റ്റഡ് ലിനൻ ആണ്. സോ അത് നമ്മൾ സെപ്പറേറ്റ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നോക്കാം. ഓൾ ലിനൻ ആഫ്റ്റർ യൂസ് ഷുഡ് ബി കളക്റ്റഡ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് വാർഡ്സ്. നമ്മൾ ഓരോ ലിനനും ലോണ്ടറി ആൻഡ് ലിനൻ ആണ് ചാപ്റ്റർ മൊഡ്യൂൾ 4 സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ,
All linen after use should be collected in each department or wards and segregated into potentially infective and non-potentially infected. മനസ്സിലായില്ലേ? നമ്മള് ഓരോ വാർഡിൽ നിന്നും ഓരോ ഡിപ്പാർട്ട്മെന്റും നിന്നും ഈ ലിനൻ കളക്ട് ചെയ്യാം. ഈ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് ലിനൻ കളക്ട് ചെയ്യാം. യൂസ്ഡ് ആയിട്ടുള്ള ലിനൻ കളക്ട് ചെയ്യാം. എന്നിട്ട് അത് സെപ്പറേറ്റ് ചെയ്യുക. അത് ഇൻഫെക്റ്റഡ് ആണോ നോൺ ഇൻഫെക്റ്റഡ് ആണോ നോക്കിയിട്ട് അത് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാം. The place stained linen into a clearly labeled and leak-proof container, bag or bucket. അപ്പോൾ നമ്മള് എന്താണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെയിന്റ് ആയിട്ടുള്ള ലിനൻ എന്ത് ചെയ്യുക, അത് ക്ലിയർലി മെൻഷൻ ചെയ്യണം. ഇത് എന്താണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ ആണ്. എന്നിട്ട് ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നർ ഓർ ബാഗ് ഓർ ബക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് കളക്ട് ചെയ്ത് വെക്കാം. ഇൻ പേഷ്യന്റ് കെയർ ഏരിയ, പേഷ്യന്റ് കെയർ ഏരിയയിൽ ഇത് നമ്മളൊരു ബാഗിലോ ബക്കറ്റിലോ മറ്റു ലീക്ക് ഒന്നും ആവാത്ത രീതിയിൽ അത് എന്ത് ചെയ്യാം, കളക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ സ്റ്റാഫ് ഹു കളക്ട്, ഹാൻഡിൽ, ഡിസ്പോസ് or transport solid linen are at high risk. അപ്പൊ നമ്മൾ ഈ സ്റ്റാഫുകൾ, ഈ ലിനൻ കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകൾ ഹൈ റിസ്ക് ആണ്. കാരണം അവർക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളപ്പോ എന്ത് ചെയ്യണം, ഈ ഇൻഫെക്റ്റഡ് ലിനൻ കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ത് എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്? PE എന്നുവെച്ചാൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ട് വേണം ഓരോ സ്റ്റാഫും എന്ത് ചെയ്യാനായിട്ട്, ഈ പറഞ്ഞിട്ടുള്ള ഇൻഫെക്റ്റഡ് ലിനൻ കളക്ട് ചെയ്യാനായിട്ട്. സാനിറ്റൈസിങ് വാഷിംഗ് മെഷീൻ ഇൻ ഓർഡർ ടു പ്രിവെന്റ് ക്രോസ് കണ്ടാമിനേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എവരി വാഷർ ബി സാനിറ്റൈസ്ഡ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ. നമ്മള് ക്രോസ് കണ്ടാമിനേഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ എല്ലാ പ്രാവശ്യം ഒരു ദിവസം വാഷർ എന്ത് ചെയ്യാം, സാനിറ്റൈസ് ചെയ്യാം. അണുവിമുക്തമാക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, issuing of linen and linen circulation is usually controlled by central group. ഇവിടെ നിന്നാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ലിനന്റെ ഫുൾ കൺട്രോൾ, സർക്കുലേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ദിസ് ഫെസിലിറ്റേറ്റ് എ ബെറ്റർ കൺട്രോൾ ഓവർ ദ സ്റ്റാഫ്. നമ്മളുടെ സ്റ്റാഫുകളും ഒരു ബെറ്റർ കൺട്രോൾ കൊണ്ടുവരുന്നുണ്ട്. ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് അണ്ടർ ദ സിസ്റ്റം, ദ ഡിഫറെന്റ് യൂണിറ്റ്സ് സച്ച് ആസ് വാർഡ് ഓപ്പറേഷൻ ഫോം ആണ് അവർ പറയുന്നത്. സച്ച് ആസ് വാർഡ് ഫോം ഓപ്പറേഷൻ theater etc are collected with the needed quotas of linen articles. ചിലപ്പോൾ വാർഡിലേക്കും അതേപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കും ഇത്ര കോട്ട നമ്മൾ എണ്ണുണ്ടാവും. അത് ഇത്രയും കോട്ട നമ്മൾ റെഗുലർ ആയിട്ട് സപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അങ്ങനത്തെ ലിനൻ. ഇനി മിക്സ്ഡ് ലിനൻ ഉണ്ട്. ലിനൻ സപ്ലൈ ടു സർട്ടൻ സ്പെഷ്യൽ ഏരിയ ആർ ഡൺ ഓൺ ദ ബേസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ബട്ട് ദ റെസ്റ്റ് ഓഫ് ഏരിയ ഫോളോ സെൻട്രലൈസ്ഡ് ലിനൻ. ചില ഏരിയയിലേക്ക് നമ്മൾ ഡീസെൻട്രലൈസ്ഡും ചിലപ്പോൾ ചില സ്ഥലത്തേക്ക് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലിനനായിട്ട് സപ്ലൈ ചെയ്യണം. മിക്സ് ആയിട്ടുള്ള ലിനൻ സപ്ലൈ ചെയ്യും. The linen used in hospital service make a huge effect on the quality of the care provided. നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ലിനൻ അനുസരിച്ച് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം നല്ല ഹൈ ക്വാളിറ്റി ലിനൻ ആണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ അണുവിമുക്തമാക്കിയിട്ടുള്ള ലിനൻ ആണ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യണമെങ്കിൽ പേഷ്യൻസിന്റെ ഇടയിൽ നമുക്കൊരു ബെറ്റർ ഇമേജ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ എവറി ഹോസ്പിറ്റൽ നീഡ് ടു ഹാവ് 6 സെറ്റ് ഓഫ് ലിനൻ ഫോർ ഈച്ച് ബെഡ്. ഞാനൊരു എക്സാമ്പിൾ പറയാൻ പോവാണ്. ഒരു ബെഡിന്റെ എക്സാമ്പിൾ പറയണം. ഒരു ബെഡിന് 6 സെറ്റ് എന്ത് വേണം, ലിനൻ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൊട്ടേഷൻ ആയിരിക്കും. ചിലപ്പോ 2 യൂസ് ചെയ്യുന്നുണ്ടാവും, 2 വാഷ് ചെയ്യായിരിക്കും, ചിലപ്പോൾ 2 സ്റ്റോക്ക് ഉണ്ടാവും. അപ്പൊ നമ്മള് ഒരു ഹോസ്പിറ്റലിൽ ഒരു ബെഡിന്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എത്ര സെറ്റ് ലിനൻ വേണം? 6 സെറ്റ് ലിനൻ വേണം. ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബെഡ്ഷീറ്റും ഒരു പില്ലോ കവറും ആണ്. ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബെഡ്ഷീറ്റും ഒരു പില്ലോ കവറാണ്. റൊട്ടേഷന്റെ കാര്യം നോക്കാം. 2 സെറ്റ് ഫോർ വാഷ്, ചിലപ്പോൾ 2 സെറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോണ്ടറിയിൽ അല്ലെങ്കിൽ വാഷിംഗ് സൈക്കിളിൽ ഇട്ടിരിക്കായിരിക്കും, അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇട്ടിരിക്കായിരിക്കും. 2 സെറ്റ് ഇൻ യൂസ്, 2 നമ്മൾ യൂസ് ചെയ്യായിരിക്കും. 2 സെറ്റ് ഇൻ സ്റ്റോക്ക്, 2 എന്താണ് വിമുക്തമാക്കി നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നോക്കാം.
റൊട്ടേഷൻ ആണ് പറയുന്നത്. സിക്സ് സെറ്റ് ഓഫ് ലിനൻ rotation for one inpatient bed at a time. One set is equal to one set bed sheet, one set sheet and one pillow cover. Rotation പറയുകയാണെങ്കിൽ 2 set for wash, രണ്ട് സെറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, വാഷ് ചെയ്യാനായിട്ടുണ്ടാവും. One bed sheet on the way of laundry while one sheet already in laundry washing cycle. ഒരെണ്ണം ലോണ്ടറിലേക്ക് വരികയാണെങ്കിൽ ഒരെണ്ണം ലോണ്ടറിയിൽ വാഷ് ചെയ്തുകൊണ്ടിരിക്കണം. 2 set in use എന്ന് പറയുമ്പോൾ one bedsheet should be already be on the bed. നമ്മുടെ ബെഡിൽ വിരിച്ചിട്ടുണ്ടാവണം ഒരു ബെഡ്ഷീറ്റ്. മറ്റേ രണ്ട് ഷീറ്റ് വേണമെന്ന് പറഞ്ഞല്ലോ, ഒരു ഷീറ്റ് എപ്പോ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും. കാരണം എപ്പോ വേണമെങ്കിലും എന്താവാനുള്ള ചാൻസ് ഉണ്ട്, അത് ഇൻഫെക്റ്റഡ് ആവാനായിട്ട് ബോഡി ഫ്ലൂയിഡോ മറ്റെന്തെങ്കിലും വീണ് അത് ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോ വേണമെങ്കിലും അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ അവൈലബിൾ ആയിരിക്കണം. One bedsheet should be already be on the bed while one should be already to be used. ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതി യൂസ്ഡ് ആയിരിക്കാം. 2 set in stock, നമ്മുടെ കയ്യിൽ 2 സെറ്റ് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ചു വെക്കണം. ഇനി ലിനൻ ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്ത മേജർ ചലഞ്ചസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തെല്ലാം ചലഞ്ചസ് ആണ് ലിനൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. നമുക്കിവിടെ മോഷണങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളുടെ പറഞ്ഞിട്ടുള്ള ലിനൻ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്, മോഷണങ്ങൾ സംഭവിക്കും. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹോസ്പിറ്റൽ വഴി ഇൻഫെക്ഷൻസ് ഈ ലിനൻ യൂസ് ചെയ്യുന്ന മൂലം ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് നല്ല ക്വാളിറ്റി ലോണ്ടറി അതേപോലെ തന്നെ ലിനൻ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഈ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അല്ല നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി സർവീസ് അല്ല പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഹൈ കോസ്റ്റ് ആണ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഈ ലോണ്ടറി മെഷീൻസ് അതേപോലെ വാഷിംഗ് മെഷീൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് ഭൂരിഭാഗം ഹോസ്പിറ്റൽസും ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. പുറത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ലോണ്ടറി സർവീസ് എടുക്കുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത്രയും വലിയ മെഷീൻസും അതേപോലെ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട് അവരുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവില്ല. കാരണം അവർക്ക് ആ ഫണ്ട് യൂസ് ചെയ്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, മറ്റ് ഹോസ്പിറ്റലിന്റെ ഇംപ്രൂവ്മെന്റിന് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് അവര് ലോണ്ടറി സർവീസ് കൂടുതലും പുറത്താണ് കൊടുക്കാറ്. നോക്കാം കേട്ടോ. The laundry department face some major challenges. They are loss of linen or theft. എന്ന് വെച്ചാല് നമ്മുടെ ലിനൻ അല്ലെങ്കിൽ നമ്മളിലേക്ക് നഷ്ടപ്പെട്ടു പോകാം അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടാം. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ലോണ്ടറി ഹൈജീനിക് പ്രോസസ്. നമ്മൾ പറഞ്ഞ പോലെ ലോണ്ടറി ഹൈജീനിക് പ്രോസസ് നടക്കണം എന്നില്ല. ചിലപ്പോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനനും യൂസ്ഡ് ആയിട്ടുള്ള ലിനനും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് ഒരു വാഷ് ചെയ്തൊക്കെ വരാം. അങ്ങനെയാണെങ്കിൽ ക്രോസ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഹൈ കോസ്റ്റ് ആണ്. നമുക്കറിയാം വാഷിംഗ് മെഷീനും അതേപോലെ ഡ്രയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിലത്തെ കാര്യം വെച്ച് ഒരിക്കലും ഹോസ്പിറ്റലിനെ കമ്പയർ ചെയ്ത്. കാരണം ഹോസ്പിറ്റലിൽ അത്രയും എന്താ പറയാ, അത്രയും സെറ്റ് ഓഫ് ലിനൻ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, വാഷ് ചെയ്യാനുണ്ട്. അപ്പൊ ഒരു ബെഡിൽ 2 സെറ്റ് അറ്റ് എ ടൈം നമുക്ക് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ബെഡ് ഉണ്ട് ഹോസ്പിറ്റലില്, അത്രയും ബെഡ്ഷീറ്റ് നമുക്ക് വാഷ് ചെയ്യണം. അത്രയും ബെഡ്ഷീറ്റും പില്ലോ വാഷ് ചെയ്യേണ്ടി വരും. നമുക്ക് എന്താ പറയാ, നമുക്ക് ഭയങ്കരമായിട്ട് കോസ്റ്റ് വരും. അത്രയും മെഷീൻസ് അറ്റ് എ ടൈം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കണം. സോ ഹൈ കോസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ലോണ്ടറി മെഷീൻസ്, വാഷിംഗ് മെഷീൻ ആവട്ടെ ഡ്രയർ ആവട്ടെ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് ബ്രേക്ക് ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്, അത് റിപ്പയർ ചെയ്യേണ്ടി വരും. അങ്ങനെയും നമുക്ക് എക്സ്ട്രാ എന്ത് വരുന്നുണ്ട്, ചെലവുകൾ വരുന്നുണ്ട്. Lack of well-defined laundry hygienic process, high cost, breaking down of laundry machine. Ini hospital laundry service are thus responsible for providing safe, clean, ample and timely supply of linen to the users unit of the hospital at the right time, right quality, at right place. ഈ ഒരു കോഡ് എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ലിനൻ ഹോസ്പിറ്റലിൽ ക്ലീൻ ആയിട്ടുള്ള ലിനൻ നമ്മുടെ ഹോസ്പിറ്റലിൽ റൈറ്റ് ടൈമില് റൈറ്റ് ക്വാളിറ്റിയിൽ റൈറ്റ് പ്ലേസിൽ അത് അവൈലബിൾ ആയിരിക്കണം. എപ്പോ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന രീതിയിൽ. ഓക്കെ, എവറി ഹോസ്പിറ്റൽ കെയർ ഡിപ്പാർട്ട്മെന്റ് ഹാസ് എയിം ഫോർ മേക്കിംഗ് ഷുവർ their patients are comfortable and ultimately that they are safe and healthy.
ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തമാണ്. ഹോസ്പിറ്റൽ കെയർ ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തമാണ് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസ് എല്ലാവരും കംഫർട്ടബിൾ ആണ്. അൾട്ടിമേറ്റ്ലി അവരുടെ ഹെൽത്ത് സേഫ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഈ ലിനൻ മൂലം അവർക്കൊരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഉറപ്പ് വരുത്താനായിട്ട് പറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൈ ക്വാളിറ്റി ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. സോ നമ്മൾ ഇന്ന് ഇപ്പൊ പഠിച്ച ചാപ്റ്ററിന്റെ പേര് ലിനൻ ആൻഡ് ലോണ്ടറി എന്നാണ്. എല്ലാവരും ഈ ചാപ്റ്റർ ഒന്ന് പെട്ടെന്ന് റിവൈസ് ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ഈ ചാപ്റ്ററിന്റെ റിവിഷൻ ഇന്ന് തന്നെ നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ നോക്കാം നമുക്ക് കേട്ടോ. എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ. ഈ ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്കിൽ എവിടെ കിടക്കുമെന്ന് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഞാൻ ഇത്ര നേരത്തെ കണ്ടുപിടിച്ചില്ല. ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറയുന്ന ചാപ്റ്റർ സെക്കൻഡ് മൊഡ്യൂളിന്റെ ബുക്കിലാണുള്ളത്. ഓ, ഞാൻ തേർഡും ഫോർത്തും കിടന്ന് എത്ര നേരം കൊണ്ട് നോക്കുവായിരുന്നു. മൊഡ്യൂളിൽ 38 പേജ്. സെക്കൻഡ് മൊഡ്യൂള് 38ാമത്തെ പേജോ? അതെ. നമുക്ക് ഈ 5 എന്നൊന്ന് പറഞ്ഞു തന്നൂടെ എന്ന്. ചോദിച്ചില്ലല്ലോ, തപ്പു അത് പറഞ്ഞില്ലല്ലോ. നിങ്ങളൊന്ന് റെഫർ ചെയ്യണം കേട്ടോ മൊഡ്യൂളുകൾ. കാരണം മൊഡ്യൂൾ എക്സാം ഒക്കെ വരുമ്പോ ഏതൊക്കെ മൊഡ്യൂളാണ് ഏതൊക്കെ ചാപ്റ്ററിലാണ് ഉള്ളതെന്ന് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ എല്ലാവരും. ഞാൻ ഡോമിന ചാപ്റ്റർ പഠിപ്പിച്ച് തീരട്ടെ, എനിക്ക് വെയിറ്റ് ചെയ്യൂ. 5 ഓക്കെ, എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ. എല്ലാവരും ഈ ചാപ്റ്റർ ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറയുന്ന ചാപ്റ്റർ നന്നായിട്ട് ഒന്ന് റീഡ് ചെയ്തേ. ചെറിയ ചാപ്റ്റർ പക്ഷെ ഭയങ്കര പാടായില്ലേ മിസ്? ഇല്ല, ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ ലോണ്ടറി ആൻഡ് ലിനൻ. ഉള്ളിൽ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കണേന്നോ അല്ല, ഉള്ളിൽ ബസ് കയറിയിട്ടില്ല. ഒന്ന് റീഡ് ചെയ്ത് നന്നായിട്ട്. പോർഷൻസ് ആണോ ചാപ്റ്ററിന് നെയിംസ് ആണോ ചോദിച്ചേക്കുന്നത്? ഇടാമെങ്കിൽ നല്ലതായിരുന്നു. എനിക്കൊന്നും അറിയത്തില്ല. നമ്മുടെ PDF എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. ചാപ്റ്റർ അതില്ലേ, അത് പോർഷൻസ് പല ഇതില് കിടക്കാം. മോഡ്യൂൾ 2-ലും മോഡ്യൂൾ 1-ലൊക്കെ കിടക്കാം. അതുകൊണ്ട് ഇപ്പൊ കൺഫ്യൂഷൻ ആണ് ഏതിലാ കിടക്കുന്നതെന്ന്. അപ്പൊ കറക്റ്റ് ആയിട്ട് അത് ഇട്ട് തന്നാൽ നന്നായിരുന്നു. ഇതിപ്പോ അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് PDF-നകത്തും തെറ്റായിട്ടാണോ കിടക്കുന്നത്? PDF-ല് ഞാൻ ടെക്സ്റ്റ് ബുക്കാണ് നോക്കുന്നത്. അല്ല, നമ്മുടെ എച്ച്എയുടെ ഇതില്ലയോ, എച്ച്എയുടെ ക്ലാസ് റൂമിൽ കിടക്കുന്ന PDF-നകത്ത് കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്തോ? ക്ലാസ് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അത്ര റെക്കോർഡ് പോണല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. റീഡ് ചെയ്തേനെ എല്ലാവരും?
ഓക്കെ, നമുക്കൊന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ? ചോദിക്കാലോ? ആൻസർ പറയണേ. Hospital linen includes table cover, bed cover, doctor's coat, all of the above. All of the above. The most preferred and frequently used material in hospital linen is dash, cotton, rayon, nylon, none of the above. Cotton. The laundry and linen service typically should be located on dash floor. Laundry and linen service typically should be located on dash ground. Yeah. Which of the following comes under the facilities and space requirement for laundry and linen service? Then options പറയാം. Clean linen processing room, lockable store, hand washing facilities, all of the above. All. All of the above. Which department is responsible for All of it. all of the above? Which department is responsible for providing an adequate, clean, constant supply of linen to all the other departments? Director department ഉണ്ട്, laundry and linen department ഉണ്ട്, outpatient ഉണ്ട്, inpatient ഉണ്ട്. Laundry. Laundry. Okay. The process of linen material in laundry department include. The process of linen material in laundry department include എന്തൊക്കെയാ വരുന്നത് പ്രോസസ്സ്? ആ പ്രോസസ്സ് 1 by 1 ആയിട്ട് പറയാം കേട്ടോ. Laundry department include the process sorting, disinfecting, washing, extracting, conditioning, ironing, and processing and folding. Okay. PPE the full form. Expand PPE. Personal Protective equipment. Dash is the type of linen has been used in patient care but is not operationally trained. Dash is the type of ഒന്നുകൂടി പറയാം. ഈ താഴെ പറയുന്നത് ഇൻഫെക്റ്റഡ് ലൈൻ. ഇൻഫെക്റ്റഡ് അല്ലടാ, യൂസ്ഡ് ആണ്. ശരിക്കും എന്ത് ചെയ്തിട്ടില്ല, ടൈൻ ആയിട്ടില്ല എന്ന് വെച്ചാല് ഇൻഫെക്റ്റഡ് ആയിട്ടില്ല, അത് യൂസ്ഡ് എന്നാണ്. ഓക്കെ. കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ്സ് ഇൻ ടിപ്പിക്കൽ laundry സിസ്റ്റം ഏതൊക്കെയാണ് കോമൺലി യൂസ്ഡ്? You commonly use equipments in laundry? Washing machine, skis. Every hospital need to have dash of linen for each bed. Every hospital need to have dash of linen for each bed. 6. 1 sheet plus 1 pillow cover. 6 ആണ് ടോമേ. എത്ര ലിനൻ എത്ര സെറ്റാ വേണ്ടതെന്ന് ചോദിച്ചിരിക്കുന്നത്. 6 ആണ്. ഇനി 1 set of linen equal എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ 1 sheet plus 1 pillow cover. Okay. What are the major challenges faced by laundry department? Breakdown of laundry machine, Loss of HAI, linen loss of or line. High cost. ഇത് laundry പറയാനുള്ള ഈ പെമ്പിള്ളാര് പറഞ്ഞെങ്കിലും പറയാൻ infected hospital infection, lack of well-defined laundry hygienic process, high cost, breaking down of laundry machines. Okay.
Issuing of linen and linen circulation is controlled by different units such as ward, General office, lines distribution system. What are the types of laundry collected? What are the types of laundry collected? Used line, solid lines, infected line, teared line. When a professional medical laundry service of an external agency is to be handled hospital linen with a high level of care as per specialized needs, it is known as dash. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. Outsourcing. ഞാൻ ലാസ്റ്റ് പറഞ്ഞാണ്, പുറത്തേക്ക് ഇത്രയും നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള മെഡിക്കൽ ലോണ്ടറി സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ഹോസ്പിറ്റലിൽ എന്താ ചെയ്യുന്നത്? ഔട്ട്സോഴ്സാ ചെയ്യുന്നത്. പുറത്ത് നിന്നാണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എടുക്കുന്നത്. ഓക്കെ. Which is the best method of washing linen in hospital? Specialized laundry service. Okay, specialized laundry service. അപ്പൊ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ നോക്കാം കേട്ടോ. ലോണ്ടറി ആൻഡ് ലിനനിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഗൈഡ് നോക്കി പറഞ്ഞു കേട്ടോ. ആൻസർ പഠിച്ചിട്ട് പറഞ്ഞല്ല, ഗൈഡ് നോക്കി പറയാതെ അല്ലാതെ പറയാൻ നോക്കണം കേട്ടോ. പഠിക്കാൻ വേണം, എനിക്കും പഠിച്ചില്ലായിരുന്നു. ഗൈഡ് നോക്കി പറഞ്ഞു കേട്ടോ. ഔട്ട്ഡോർ സർവീസ് എവിടെ കിടക്കുന്നത്? സർവീസിന്റെ കേസ് മനസ്സിലായി. അത് 26ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ പുറത്തു നിന്ന് എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ മെഡിക്കൽ ലോണ്ടറി സർവീസ് പുറത്ത് എക്സ്റ്റേണൽ ഏജൻസിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുന്നത്? ഔട്ട്സോഴ്സിംഗ് എന്നാ പറയുന്നത്. പുറത്തൊരു ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എപ്പോഴും പറയുന്ന ഔട്ട്സോഴ്സിംഗ് എന്നാണ് കേട്ടോ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഏതാണെന്നറിയാവോ? ഹൗസ് കീപ്പിംഗ് ആണ്. ഹൗസ് കീപ്പിംഗോ? ഞാൻ എടുത്ത ചാപ്റ്റേഴ്സ് ആണ് ടോമി റിവിഷൻ ചെയ്യണേ. മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങൾ പഠിച്ചിട്ട് വരണം. അതേപോലെ തന്നെ നമ്മളുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ ബേസിക് അത് നോക്കണം കേട്ടോ. ടീച്ചർ പഠിപ്പിച്ചത് മാത്രമേ ടീച്ചർ റിവൈസ് ചെയ്യത്തുള്ളൂ. റിവിഷൻ എനിക്ക് അത് മാത്രമേ പറ്റുള്ളൂ. എന്താണ്? ടീച്ചറെ ഫോർത്ത് മൊഡ്യൂളാണ്. ഇൻഷുറൻസ് പിന്നെ ഫോർത്ത് മൊഡ്യൂളിൽ ടീച്ചർ ഏതൊക്കെയാ പഠിപ്പിച്ചേ? ഏതൊക്കെ പഠിപ്പിച്ചേ? ടോം തന്നെ പറയാം. ഞാൻ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ടീച്ചർ ഫോർത്ത് മൊഡ്യൂൾ പഠിപ്പിച്ചപ്പോ ഞാൻ ക്ലാസ്സിൽ ഇല്ല. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ ബേസിക് കേട്ടോ. മെഡിക്കൽ ഇൻഷുറൻസ് ആൻഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ ബേസിക് ആണ് എടുക്കുന്നത് റിവിഷൻ കേട്ടോ. മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തപ്പോ ടോം ക്ലാസ്സിലുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസിനുണ്ടായിരുന്നു. ഓക്കെ, ചാപ്റ്റർ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് ആണ്. ഗൈഡിൽ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, പക്ഷേ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. വലിയ ചാപ്റ്റർ അല്ലേ? ടീച്ചർ മെഡിക്കൽ ഇൻഷുറൻസും പിന്നെ ഏതാ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. നിങ്ങളൊരു കാര്യം മോക്ക് ടെസ്റ്റ് നോക്കിയാൽ മതി. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, നന്നായിട്ട് മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. എന്നിട്ട് വരണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ രണ്ടും നന്നായിട്ട് പഠിച്ചിട്ട് വരണം. ഏതെങ്കിലും പോർഷൻ, ഇപ്പൊ ഇൻഫർമേഷൻ ബേസിക് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് ആവട്ടെ, ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം. അതേപോലെ തന്നെ ടോം ചോദിച്ച ക്വസ്റ്റിന് ഞാൻ ആൻസർ ചോദിച്ചിട്ട് പറയാം കേട്ടോ. കാരണം എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ്. മെഡിക്കൽ ഇൻഷുറൻസും പിന്നെ ഇൻഫർമേഷൻ ബേസിക്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ ബേസിക്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ചാപ്റ്റർ 8. ചാപ്റ്റർ 8 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക്. ബേസിക് കൂടി ഇല്ലേ?
ചാപ്റ്ററിന്റെ നെയിം പറയുന്നില്ല, അത് തെറ്റിപ്പോകും. അത് ഹോസ്പിറ്റൽ സർവേഷൻ സിസ്റ്റം ബേസിക്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ മാറിയും തിരിഞ്ഞും കിടക്കുവായുണ്ട്. അത് നിങ്ങൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കിയിട്ടേ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോ താങ്ക് താങ്ക് യു. താങ്ക് യു മിസ്.